ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു പ്രോബ്ലമാണ് കുട്ടികൾക്ക് പനി. അവർ പലപ്പോഴും പറയുന്നത് തൊണ്ടയിലെന്തോ ഇരിക്കുന്ന പോലെ, തൊണ്ടയ്ക്ക് ഭക്ഷണം ഇറക്കാനുള്ള ബുദ്ധിമുട്ട്, തൊണ്ടയിൽ മുള്ളു കൊള്ളുന്ന പോലൊരു ഫീലിംഗ് ഉണ്ടാവും. 2 ദിവസം നല്ല പനി ഉണ്ടാവും. പനിയോടൊപ്പം കയ്യിലും കാലിലും ചെറിയ ചൊറിച്ചിലും ഇറിറ്റേഷനും ചെറിയ ചുവപ്പ് നിറവും. 2 ദിവസം കഴിയുമ്പോൾ നോക്കുമ്പോൾ വായ്ക്കകത്തും വായുടെ ചുറ്റും കയ്യിലും കാലിലും നിറയെ കുരുക്കൾ. ഹാൻഡ് ഫുട്ട് ആൻഡ് മൗത്ത് ഡിസീസ് എന്ന് വിളിക്കുന്ന ഈ ഒരു അസുഖം ഇന്ന് വളരെ കോമൺ ആയിട്ട് കേരളത്തിലുണ്ട്. കുട്ടികളിലാണ് ഈ അസുഖം കണ്ടുവരുന്നതെങ്കിലും മുതിർന്നവരിലും പലപ്പോഴും ഇത് കാണാറുണ്ട്. അതായത് ഒരു 1000 കേസ് കുട്ടികളെ കാണുമ്പോൾ 2 കേസ് മുതിർന്നവരിലും ഈ ഒരു പ്രശ്നം കണ്ടുവരാറുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ് ഈ അസുഖമെന്നും നിങ്ങളുടെ കുട്ടിക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള ഒരാൾക്ക് ഇത്തരത്തിലൊരു അസുഖം വന്നാൽ എന്ത് ചെയ്യണം എന്നും ഞാൻ വിശദീകരിക്കാം. ഹാൻഡ് ഫുട്ട് ആൻഡ് മൗത്ത് ഡിസീസ് അഥവാ തക്കാളിപ്പനി എന്ന് വിളിക്കുന്ന ഈ ഒരു അസുഖം യഥാർത്ഥത്തിൽ നമുക്ക് ഏഷ്യയിൽ തന്നെ ജപ്പാൻ, ചൈന പോലുള്ള രാജ്യങ്ങളിൽ നിന്നുമാണ് നമ്മുടെ നാട്ടിലേക്ക് എത്തിയത്. പണ്ട് നമ്മുടെ നാട്ടിൽ ഇതില്ലായിരുന്നു. ഏകദേശം 2000-ൻ്റെ തുടക്കത്തിൽ 2002, 2004 കാലഘട്ടത്തിലാണ് കേരളത്തിൽ ഈ അസുഖം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. കോക്സാക്കി വൈറസ് എന്ന് വിളിക്കുന്ന ഒരിനം എൻട്രോ വൈറസാണ് ഈ ഒരു പ്രശ്നം നമ്മളിലേക്ക് എത്തിക്കുന്നത്. നമ്മുടെ ശരീരത്തിലേക്ക് വൈറസ് എത്തുന്നത് സാധാരണ നമ്മുടെ ശരീരത്തിലുള്ള സ്രവങ്ങളിൽ, കണ്ണുനീരിൽ നിന്നോ മൂക്കിലുള്ള സ്രവത്തിൽ നിന്നോ വായുടെ ഡിസ്ചാർജിൽ നിന്നുമാണ്. നമ്മൾ കൊറോണ വൈറസ് എങ്ങനെയാണ് പടരുന്നത് അതേ രീതിക്ക് തന്നെയാണ് ഈ തക്കാളിപ്പനിയുടെ, ഹാൻഡ് ഫുട്ട് ആൻഡ് മൗത്ത് ഡിസീസിൻ്റെ ഈ വൈറസും പകരുന്നത്. നമ്മുടെ ശരീരത്തിൽ വൈറസ് കയറി കഴിഞ്ഞാൽ ഏകദേശം 4 മുതൽ 7 ദിവസത്തിനകത്ത് ലക്ഷണം കണ്ടു തുടങ്ങും. ഇത് സാധാരണഗതിയിൽ ഒരു 10 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ, കറക്റ്റായിട്ട് പറഞ്ഞാൽ 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് അത്യാവശ്യം കടുത്ത രീതിക്ക് ഈ അസുഖം വരാറുണ്ട്. പലപ്പോഴും കയ്യിലും കാലിലും ചെറിയ ചുവപ്പ് നിറത്തോടു കൂടിയായിരിക്കും ഇതിൻ്റെ പനി കണ്ടു തുടങ്ങുന്നത്. പനി എന്ന് പറഞ്ഞാൽ നമ്മുടെ രോഗപ്രതിരോധ ശേഷി കുറവാണെങ്കിൽ അവർക്കിത് കാര്യമായിട്ട് വന്നു എന്ന് വരാം. നമുക്ക് അത്യാവശ്യം ആരോഗ്യമുണ്ടെങ്കിൽ ചെറിയൊരു ടെമ്പറേച്ചർ മാത്രമേ കാണത്തുള്ളൂ. പനിയോടൊപ്പം തൊണ്ടവേദന, തൊണ്ടയ്ക്ക് ഇറിറ്റേഷൻ, ആഹാരം ഇറക്കാനുള്ള ബുദ്ധിമുട്ട്. പലപ്പോഴും ഈ തൊണ്ടവേദനയായിട്ട് നമ്മൾ വാ തുറന്നിട്ട് കുട്ടിയുടെ തൊണ്ട പരിശോധിക്കുന്ന സമയത്ത് തൊണ്ട ചുവപ്പ് നിറത്തിലിരിക്കുന്നത് കാണാം. തൊണ്ടയിൽ ചെറിയ വെളുത്ത നിറത്തിലുള്ള കുത്തുകൾ പോലെ, അല്ലെങ്കിൽ നമുക്ക് ചുവപ്പ് നിറത്തിലുള്ള ചെറിയ സ്പോട്ടുകൾ പോലെയോ ഈ കണ്ടീഷൻ, തൊണ്ടയിൽ കുരുക്കൾ കണ്ടുവന്ന് വരാം. നമ്മൾ വിചാരിക്കും ടോൺസിലൈറ്റിസ് ആണ്, ടോൺസിലൈറ്റിസിൻ്റെ പനിയാണെന്ന് വിചാരിക്കാം. ഒരു ദിവസം കഴിയുമ്പോഴാണ് കയ്യിലും കാലിലും കുരുക്കൾ വരുന്നത്. പ്രത്യേകിച്ച് ഉള്ളം കയ്യിലും ഉള്ളം കാലിലും നിറയെ വെള്ളം കൊണ്ട് പൊങ്ങിയതുപോലുള്ള കുരുക്കൾ. ഒറ്റ നോട്ടത്തിൽ ഇത് ചിക്കൻ ബോക്സ് ആണോ എന്ന് സംശയം തോന്നിക്കുന്ന തരത്തിലുള്ള കുരുക്കൾ കാണാം. ഉള്ളം കയ്യിലും ഉള്ളം കാലിലും വരുന്നതിൻ്റെ ഒപ്പം തന്നെ കൈകളിൽ മൊത്തത്തിലും വരാം. കാലുകളിൽ, പ്രത്യേകിച്ച് കൊച്ചു കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ കാലുകൾ, തുടയിടുക്കിലും കാലിലും നിതംബത്തിലും ബട്ടക്സിൻ്റെ ഭാഗത്തും പാദത്തിലും മൊത്തത്തിലും ഈ കുരുക്കൾ വരും. ഈ കുരുക്കൾ ചിലർക്ക് ഈ മുഖത്ത്, വായയുടെ ചുറ്റുമായിട്ടും ഈ ഒരു ലക്ഷണങ്ങൾ കാണും. അച്ഛനും അമ്മയും ലിറ്ററലി പേടിപ്പിച്ചു പോകും. ഇവർ ഇതുകൊണ്ട് ഓടിപ്പോയി ഡോക്ടറെ കാണുന്നു. ഇതെന്താണ് അസുഖം എന്നറിയില്ല, ചിക്കൻ ബോക്സ് ആണോ, മറ്റെന്തെങ്കിലും തരത്തിലുള്ള രോഗമാണോ, കഴിച്ച മരുന്നിൻ്റെ അലർജിയാണോ എന്നുള്ള കൺഫ്യൂഷൻ. ഡോക്ടറെ കാണുന്നു. ഡോക്ടർ ഇതെന്താണ് അസുഖം എന്ന് പറഞ്ഞു കൊടുക്കുമ്പോഴാണ് കുറച്ച് ആശ്വാസമാകുന്നത്. ഇതോടൊപ്പം തന്നെ കുട്ടിക്ക് ഒരു ടെമ്പറേച്ചർ 1-2 ദിവസം കഴിയുമ്പോൾ കുറയുമെങ്കിലും തൊണ്ടവേദനയും കൈകാലിലുള്ള ഇറിറ്റേഷനും കൂടി വരുന്നതാണ്. കയ്യിലും കാലിലും ചൊറിച്ചിൽ വന്നു കഴിഞ്ഞാൽ കുട്ടിക്ക് രാത്രി കിടന്നുറങ്ങാൻ പറ്റത്തില്ല. കിടക്കുന്ന സമയത്ത് ഈ കുട്ടി എന്ത് ചെയ്യും, വലത് കാലിനുള്ള ചൊറിച്ചിൽ മാറ്റാനായിട്ട് ഇടത് കാലുകൊണ്ട് ഈ ചവിട്ടി തേക്കുന്നത് പോലുള്ള ചൊറിച്ചിലായിരിക്കും ആ കുട്ടിക്ക് അനുഭവപ്പെടുന്നത്. അസഹ്യമായ ചൊറിച്ചിൽ കാരണം കുട്ടിക്ക് കിടന്നുറങ്ങാൻ പോലും ബുദ്ധിമുട്ടായിരിക്കാം. ഒരു 3-4 ദിവസം കഴിയുമ്പോഴത്തേക്കും ഈ കാലിലുള്ള ഈ കുരുക്കളെല്ലാം തന്നെ കട്ടിയായിട്ട് ഈ അകത്തുള്ളത് പതുക്കെ ഉണങ്ങി വരുന്നത് കാണാം. ഒരു 5 ദിവസം കഴിയുമ്പോൾ നല്ല കറുത്ത നിറത്തിലുള്ള സ്പോട്ടായിട്ട് ഈ കുരുക്കൾ മാറുന്നത് കാണാം. ക്രമേണ ഈ ഭാഗത്തുള്ള സ്കിന്ന് ഒരു 10 ദിവസം കഴിയുമ്പോൾ പൊളിഞ്ഞ് ഇളകിപ്പോകും. ഇതാണ് ഈ ഹാൻഡ് ഫുട്ട് ആൻഡ് മൗത്ത് ഡിസീസ്, തക്കാളിപ്പനി എന്ന് വിളിക്കുന്നത്. ഈ ഹാൻഡ് ഫുട്ട് ആൻഡ് മൗത്ത് ഡിസീസിന് അങ്ങനെ ഒരു പേര് വരാൻ കാരണം തന്നെ ഇത് സാധാരണഗതിയിൽ വായയിലും കാലിലും കൈകളിലും, ഹാൻഡ് ഫുട്ട് ആൻഡ് മൗത്ത് ഈ ഭാഗങ്ങളിൽ മാത്രം ഇത് കോൺസെൻട്രേറ്റ് ചെയ്ത് വരുന്നത് കൊണ്ടാണ്. മലയാളത്തിൽ ഇതിന് തക്കാളിപ്പനി എന്ന് പേരിടാൻ കാരണം ഇതിൻ്റെ വരുന്ന കുരുക്കൾക്ക് ഒരു ചുമന്ന് തുടുത്ത ഒരു ലുക്ക് വരുന്നതുകൊണ്ടാണ് അങ്ങനെയുള്ള പേര്. അതല്ലാതെ ഈ അസുഖത്തിന് തക്കാളിയുമായി, ടൊമാറ്റോയുമായിട്ടോ അല്ലെങ്കിൽ തക്കാളി കഴിച്ച് അലർജി ആയതുമായിട്ടോ ഒന്നും യാതൊരു ബന്ധവുമില്ല. ഈ അസുഖം ഉള്ളപ്പോൾ തക്കാളി കഴിക്കാൻ പാടില്ല എന്ന് അർത്ഥവുമില്ല. ഇനി നിങ്ങളുടെ വീട്ടിൽ ഈ അസുഖം ഒരാൾക്ക് കാണുകയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം എന്ന് വിശദീകരിക്കാം. ആദ്യം തന്നെ ഞാൻ പറഞ്ഞല്ലോ, രോഗപ്രതിരോധ ശേഷി കുറഞ്ഞ കുട്ടികളിലാണ് ഈ രോഗം കൂടുതലായിട്ടും കാണുന്നത്. സാധാരണഗതിയിൽ ഇത് പടരുന്നത് നമ്മുടെ വായിലും മൂക്കിലുള്ള സ്രവങ്ങളായതുകൊണ്ട് തന്നെ കൊച്ചുകുട്ടികൾ സ്കൂളിൽ പോയി തുടങ്ങുന്ന സമയത്ത് പലപ്പോഴും അംഗൻവാടികളിലോ നഴ്സറികളിലോ ആണ് ഈ രോഗം പെട്ടെന്ന് പടർന്നു പിടിക്കുന്നത്. എപ്പോഴും ഒരു ക്ലൈമറ്റ് ചേഞ്ച്, നല്ല ചൂടുള്ള സമയത്ത് പെട്ടെന്ന് ക്ലൈമറ്റ് തണുപ്പിലേക്ക് മാറുമ്പോഴാണ് ഈ വൈറസ്, എൻട്രോ വൈറസ് വല്ലാണ്ട്
പടരുന്നത്. ഈ അസുഖം എൻട്രോ വൈറസിൻ്റെ നേച്ചർ ആയതുകൊണ്ട് തന്നെ പല കുട്ടികളിലും തൊണ്ടവേദനയും അതോടൊപ്പം ഓർക്കാനം, ഛർദിൽ പോലുള്ള ബുദ്ധിമുട്ടുകളും കണ്ടുവന്ന് വരാം. ഇതൊന്നും കാണുമ്പോൾ പേടിക്കേണ്ട കാര്യമില്ല. ഇപ്പം നിങ്ങളുടെ വീട്ടിൽ തന്നെ മൂത്ത കുട്ടിക്ക് അസുഖം വന്നു, ഇപ്പോൾ ഒരു 6 വയസ്സുള്ള കുട്ടിക്ക് ഒരു അസുഖം വന്നു, ചെറിയ കുട്ടിക്ക് ഒരു 1.5 വയസ്സേ ആയിട്ടുള്ളൂ. അതിന് വരാതിരിക്കാൻ എന്തെല്ലാം ചെയ്യണമെന്ന് പലരും ചോദിക്കാറുണ്ട്. മനസ്സിലാക്കുക, ഒരു കുട്ടിക്ക് വന്നു കഴിഞ്ഞാൽ മറ്റേ കുട്ടിക്കും ഇത് വരാനുള്ള സാധ്യത ഏകദേശം 95%. കാരണം ഇതിൻ്റെ തുടക്കത്തിലെ തന്നെ ഈ അസുഖം പടരും. കഴിഞ്ഞ 2 വർഷങ്ങളിൽ നമ്മൾ ഈ തക്കാളിപ്പനിയെക്കുറിച്ച്, ഹാൻഡ് ഫുട്ട് ആൻഡ് മൗത്ത് ഡിസീസിനെ പറ്റി അധികം കേട്ടിട്ടില്ല. പടർച്ച കുറവായിരുന്നു. കാരണം എന്താ? കൊറോണ കാലമാണ്, സ്കൂളുകളില്ല, കോളേജുകളില്ല, ആരും പുറത്തേക്ക് സമൂഹത്തിൽ ഇടപഴകുന്നില്ല, മാസ്ക് സ്ട്രിക്റ്റ് ആയിട്ട് വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഈ അസുഖം പടരാനുള്ള സാധ്യതയില്ലായിരുന്നു. ഇപ്പോൾ ഇതാ നഴ്സറികൾ തുറന്നു, അംഗൻവാടികൾ തുറന്നു, കുട്ടികൾ സ്കൂളിൽ പോയി തുടങ്ങി, ഈ അസുഖം വീണ്ടും പടരുന്നുണ്ട്. ഇത് പലപ്പോഴും ഞാൻ ഈ പറഞ്ഞല്ലോ, വേനൽ മഴയുടെ സമയം, മഴക്കാലം, ജൂണിലെ മഴക്കാലം പോലുള്ള സാഹചര്യങ്ങളിലാണ് ഈ അസുഖം കൂടുതലായിട്ടും പടരുന്നത്. സപ്പോസ് ഈ അസുഖം വന്നു കഴിഞ്ഞാൽ പനി ആദ്യത്തെ 2 ദിവസം കാണാം, അത് കഴിഞ്ഞ് ചൊറിച്ചിൽ കാണുന്ന സമയത്ത് നിങ്ങൾ പനി ഉണ്ടെങ്കിൽ പനിയുടെ മെഡിസിൻ കൊടുക്കുക, തൊണ്ടവേദനയ്ക്ക് അതിൻ്റെ മരുന്ന് ഉപയോഗിക്കാം. അനാവശ്യമായിട്ട് കൂടിയ രോഗമാണെന്ന് കരുതി ആവശ്യമില്ലാതെ മരുന്നുകൾ ഉപയോഗിക്കേണ്ട ഒരു ആവശ്യമോ അഡ്മിറ്റ് ചെയ്ത് ഗുരുതരമായിട്ട് ചികിത്സിക്കേണ്ട ഒരു സാഹചര്യമോ ഒന്നും ഈ അസുഖത്തിനില്ല. 3-4 ദിവസം കഴിയുമ്പോൾ ഈ റാഷസ് പൂർണ്ണമായിട്ടും പോകും. ഹോമിയോപ്പതിയിലല്ല, ഇതിന് വളരെ ഫലപ്രദമായിട്ടുള്ള മെഡിസിൻസ് ഉണ്ട്. മുതിർന്നവർക്ക് ഈ അസുഖം വരാറുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഒരു 1000-ൽ 2 പേർക്ക് ഈ അസുഖം വരാറുണ്ട്. അത് രോഗപ്രതിരോധ ശേഷി വളരെയധികം കുറഞ്ഞ ആൾക്കാരോ ഇല്ലെങ്കിൽ അവരുടെ ശരീരത്തിൽ ഈ വൈറസ് വല്ലാണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് വന്നിരുന്നാലോ ഈ അസുഖം വന്നു എന്ന് വരാം. അതല്ലാതെ മുതിർന്നവർക്ക് വരാറില്ല. പക്ഷെ ചിലർക്ക് പ്രതിരോധശേഷി കുറവാണെങ്കിൽ വളരെ ഫ്യൂരിയസ് ആയിട്ട്, അതായത് വളരെ കടുത്ത രീതിക്ക് അസുഖം വരാം. കയ്യും കാലും നമുക്ക് ഒരിടവും തൊടാൻ പറ്റാത്ത രീതിയിൽ റാഷസ് വന്നിട്ട് പൊട്ടിപ്പൊളിഞ്ഞ് വരുന്നത് കണ്ടിട്ടുണ്ട്. കുട്ടികൾക്ക് ഇത് കൂടുതലായിട്ട് വരുന്നത്, അതായത് ഇതിൻ്റെ ലക്ഷണങ്ങൾ കൂടുതൽ കാണുന്നത് ഈ അറ്റോപിക് ഡെർമറ്റൈറ്റിസ് ഉള്ള, ഡ്രൈ സ്കിൻ ടെൻഡൻസി ഉള്ള, സ്കിന്നിന് അലർജി, എക്സിമ പോലുള്ള ലക്ഷണങ്ങളുള്ള കുട്ടികൾക്കോ, തുമ്മൽ, ജലദോഷം പോലുള്ള ലക്ഷണങ്ങളുള്ള കുട്ടികൾക്കോ, അതായത് റെസ്പിറേറ്ററി അലർജിയോ സ്കിന്നിന് അലർജിയോ ഉള്ള കുട്ടികൾക്ക് ഈ രോഗം കടുത്തു വരാനുള്ള സാധ്യതയുണ്ട്. പലപ്പോഴും ഒരു 3-4 ദിവസത്തിൽ രോഗം മാറുന്നതിൻ്റെ പകരം ഈ ഡ്രൈ സ്കിൻ ടെൻഡൻസി ഉള്ള കുട്ടികൾക്ക് ഒരുപക്ഷെ ഇത് കഴിഞ്ഞ് സെക്കൻഡറി ഇൻഫെക്ഷൻ പോലെ സ്കിന്നിൽ പല ഭാഗത്തും കരപ്പൻ പോലുള്ള, പലരും പറയാറില്ലേ, സ്കിന്നിൽ വരുന്ന ബാക്ടീരിയൽ ഈ സ്ട്രെപ്റ്റോകോക്കസ് അല്ലെങ്കിൽ സ്റ്റഫൈലോകോക്കൽ ഇൻഫെക്ഷൻസ് വന്നിട്ട് സ്കിന്ന് പൊട്ടി ഒലിക്കുന്ന ഒരു കണ്ടീഷൻ പലർക്കും ഇതുമായിട്ട് സെക്കൻഡറി ആയിട്ട് വരാറുണ്ട്. ചില കുട്ടികൾക്ക് ഈ ഹാൻഡ് ഫുട്ട് ആൻഡ് മൗത്ത് ഡിസീസ് വന്നു പോയതിനു ശേഷം സ്കിന്നിന് കൂടുതൽ ഡ്രൈനെസ് വരികയും സ്കിന്ന് വല്ലാണ്ട് ചൊറിച്ചിൽ വരുന്ന സാഹചര്യവും കണ്ടുവന്ന് വരാം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വീട്ടിൽ ഒരാൾക്ക് ഇപ്പോൾ ഹാൻഡ് ഫുട്ട് ആൻഡ് മൗത്ത് ഡിസീസ്, തക്കാളിപ്പനി ഉണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് സ്കിന്നിൽ കയ്യിൽ കിട്ടുന്ന ഓയിൻമെൻറ്റുകളോ ജെല്ലുകളോ വാരി പുരട്ടാതിരിക്കുക. സ്കിന്നിന് ചൊറിച്ചിലുണ്ടെങ്കിൽ നല്ലൊരു മോയ്സ്ചറൈസർ, ഇപ്പോൾ ഒരു എണ്ണമയം സ്കിന്നിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്ന ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക. ഇല്ലെങ്കിൽ ഡോക്ടറോട് ചോദിച്ച് വേണമെങ്കിൽ എന്തെങ്കിലും ക്രീം അപ്ലൈ ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ സ്കിന്നിൽ ഇത് പെട്ടെന്ന് മാറുന്നതിന് വേണ്ടി ഡെറ്റോള്, സാവ്ലോൺ പോലുള്ള ആൻറ്റിസെപ്റ്റിക് ലോഷനുകളോ ഇല്ലെങ്കിൽ നമ്മുടെ ഹാൻഡ് സാനിറ്റൈസറുകളോ കഴിയുന്നത്ര ഈ ഒരു ഭാഗത്ത് ഉപയോഗിക്കാതിരിക്കുക. മണ്ണിലും ചെളിയിലും കുറച്ച് ദിവസങ്ങളിലേക്ക് ഇത് മാറുന്നത് വരെ ഇറങ്ങുന്നത് ഒഴിവാക്കുക. കാരണം ഇത് ചൊറിച്ചിൽ കൂടുതൽ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. ദിവസവും ഒരു നേരം കുളിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് തെറ്റൊന്നുമില്ല. കുട്ടിക്ക് അല്ലെങ്കിൽ ഈ അസുഖം വന്ന ആൾക്ക് ധാരാളം വെള്ളം കുടിക്കാൻ കൊടുക്കുക. പച്ചക്കറികളും ഫലവർഗ്ഗങ്ങളും നന്നായിട്ട് കഴിക്കാൻ കൊടുക്കുക. സപ്പോസ് നിങ്ങളുടെ കുട്ടിക്ക് ഇപ്പോൾ ഈ ഹാൻഡ് ഫുട്ട് ആൻഡ് മൗത്ത് ഡിസീസ് വന്നാൽ കഴിയുന്നത്ര ഒരു 5-6 ദിവസമെങ്കിലും കുട്ടിയെ സ്കൂളിൽ വിടാതിരിക്കുക. പലപ്പോഴും പനി വരുന്നു, പനി ഒന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ തന്നെ മാതാപിതാക്കൾ കൂടെ ലീവ് എടുത്ത് നിൽക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ട് സ്കൂളിലേക്ക് വിടാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാലുള്ള പ്രശ്നം, കുട്ടിയിൽ നിന്നും ഒരു 3-4 ദിവസത്തേക്ക് ഈ അസുഖം മറ്റുള്ളവരിലേക്ക് പടരും. ഈ ഒരു സമയത്ത് സ്കൂളിൽ പോയാൽ വളരെ പെട്ടെന്ന് ആ ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികളിലേക്കും ഈ അസുഖം പടരാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇത് വളരെ സ്പീഡിൽ സ്പ്രെഡ് ചെയ്യുന്ന ഒരു പകർച്ചവ്യാധി ആണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ഈ ഇൻഫർമേഷൻ നിങ്ങൾ എല്ലാ സുഹൃത്തുക്കളുടെയും അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക. കാരണം ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ സമയത്ത്, അതിപ്പോൾ ഈ മെയിലെ ഈ വേനൽക്കാലത്ത് വരുന്ന മഴയിലായിക്കോട്ടെ, ഇനി വരുന്ന ജൂണിലായിക്കോട്ടെ, വളരെ കോമൺ ആയിട്ട് ഈ മഴ വരുന്ന സമയത്ത് പടരുന്ന ഒരു അസുഖമാണ് ഈ തക്കാളിപ്പനി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ മാതാപിതാക്കളുടെയും അറിവിലേക്കായിട്ട് നിങ്ങൾ ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക. ഡെഫിനറ്റ്ലി ഒരുപാട് പേർക്ക് അനാവശ്യമായിട്ടുള്ളൊരു ഭയം ഉണ്ടാകുന്നതും ചികിത്സയുടെ കൺഫ്യൂഷനും ഒഴിവാക്കാനായിട്ട് സഹായിക്കും. വീണ്ടും മറ്റൊരവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം. ബൈ.